മാന്യപ്രേക്ഷകർക്ക് എൻ്റെ പ്രണാമം. കഴിഞ്ഞ 2-3 ദിവസങ്ങളായിട്ട് പാലക്കാട്, എറണാകുളം ജില്ലകളിലായിരുന്നു പ്രഭാഷണ യാത്ര. ആദ്യത്തെ 3 പ്രഭാഷണം പാലക്കാട്, പിന്നത്തെ ദിവസത്തെ 3 പ്രഭാഷണം ഒറ്റപ്പാലം, ചെറുതുരുത്തി തുടങ്ങിയ സ്ഥലത്ത്, പിന്നത്തെ 3 ദിവസത്തെ പ്രഭാഷണം പാലാരിവട്ടം, ആലപ്പുഴ, കൊട്ടാരക്കര. ധന്യമായിട്ടുള്ള അനുഭവം, വാക്കുകൾ കൊണ്ട് വിവരിക്കാൻ സാധിക്കുന്നതിലപ്പുറത്തുള്ള പ്രതികരണം. എത്ര ധന്യമായിട്ടാ കേരള ജനത മാറുന്നത്. പൈതൃകം കേൾക്കാൻ വർക്കിംഗ് ഡേയില് രാവിലെ 10 മണിക്ക് 1000-ഓളം പേര് വരിക. അത്ര തന്നെ വ്യക്തികൾ ഉച്ചയ്ക്ക് 2:30 മണിക്ക് മറ്റൊരു സ്ഥലത്ത് വരിക. അതിൻ്റെ ഒരിരട്ടി 12,000 പേര് പാലക്കാട് കോട്ട മൈതാനിയിൽ വരിക. പിറ്റേ ദിവസം ഒറ്റപ്പാലത്തും പാലപ്പുറത്തും നിറഞ്ഞു കവിയുന്ന സദസ്സ്. വർക്കിംഗ് ഡേയില് ചെറുതുരുത്തിയില് അവിടെ അറേഞ്ച് ചെയ്ത സംവിധാനങ്ങളൊന്നും മതിയാകാത്ത വിധത്തില് ജനപ്രവാഹം. രാമായണത്തെക്കുറിച്ചും ഭക്തിയെക്കുറിച്ചും നമ്മുടെ പൈതൃകത്തെക്കുറിച്ചും പറയുമ്പോൾ അത് ബുദ്ധിക്കും യുക്തിക്കും ശാസ്ത്രത്തിനും നിരക്കുന്ന വിധത്തിൽ പറയുമ്പോൾ അത് കേൾക്കാനും കേട്ടത് കുറേയൊക്കെ ജീവിതത്തിൽ പകർത്താനുമായിട്ട് വലിയൊരു സമൂഹം. രണ്ടും കൽപ്പിച്ച് എന്ന് ഞാൻ നിങ്ങളോട് പറയുമ്പോൾ, പണ്ട് നമ്മളിതെല്ലാം തിരസ്കരിച്ചതാണല്ലോ എന്ന് കമ്മ്യൂണിസം തഴച്ചു വളരുന്ന ഒറ്റപ്പാലം, പാലപ്പുറം, ഷൊർണൂര്, പാലക്കാട് പ്രദേശങ്ങളിൽ അന്ന് വേറൊരു ഇസത്തെ അനുകൂലിച്ചവര് ഇന്ന് മറ്റെല്ലാം ഉപേക്ഷിച്ച് 10,000 വർഷത്തെ പാരമ്പര്യമുള്ള ഈ ധർമ്മത്തിൻ്റെ നന്മകൾ സ്വീകരിക്കാനായിട്ട് മുമ്പോട്ട് വരുന്ന, രണ്ടും കൽപ്പിച്ച് മുമ്പോട്ട് വരുന്ന, അവരിന്ന് വരെ വിശ്വസിച്ചിരുന്ന ഇസം എല്ലാം ശരിയാകും എന്ന് തെറ്റിദ്ധരിപ്പിച്ച് ആരെയൊക്കെയോ ജയിപ്പിച്ചു വിട്ടു എങ്കിൽ പോലും ജയിപ്പിച്ചു വിട്ടതിൽ ദുഃഖിക്കാതെ അവര് പറയുന്നതൊന്നും അല്ല ജീവിതമെന്ന് മനസ്സിലാക്കി 100 വർഷം പോലും നിലനിൽക്കാത്ത കമ്മ്യൂണിസത്തിന്റെ ഗ്രന്ഥങ്ങളെ വലിച്ചെറിഞ്ഞ് ത്രേതായുഗത്തിലെ രാമായണവും ദ്വാപരയുഗത്തിലെ ഭഗവത്ഗീതയും ഈ കലിയുഗ ആരംഭത്തിലെ പുരാണങ്ങളുമെല്ലാം കേട്ട് അതിലെ സന്ദേശങ്ങൾ ഉൾക്കൊള്ളാൻ മണിക്കൂറുകളോളം കോരിച്ചൊരിയുന്ന മഴയത്തും മേഘാവൃതമായ അന്തരീക്ഷത്തില് പുകയുന്ന ചൂടിലും വന്നിരിക്കാൻ നല്ല യുവാക്കളും യുവതികളും മധ്യവയസ്കരും കുറച്ച് പ്രായമായവരും ഉൾപ്പെടെ മുമ്പോട്ട് വരുന്ന കാഴ്ച. അത് കൊട്ടാരക്കരയില് അതിഗംഭീര സദസ്സ്. അതേപോലെ വളരെ അത്ഭുതം തോന്നി. ശരിക്ക് ഹരിഹരസുധ ക്ഷേത്രം പാലാരിവട്ടത്ത് വർക്കിംഗ് ഡേയില് ഫുള്ളായിരുന്നു ഹാള്. ഇന്ന് ഗുരുപൂർണിമയാണെങ്കിലും ഇന്നലെ എറണാകുളത്ത് ഉണ്ടായിരുന്നത് കൊണ്ട് അത് കേട്ട് പഠിച്ചു ഉൾക്കൊള്ളാനായിട്ട് വന്നവര്. കേരളം മാറുന്നു. അഭിമാനത്തോടുകൂടി പറയുന്നു, അഹങ്കാരത്തോടുകൂടിയല്ല. ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയന്റിഫിക് ഹെറിറ്റേജിന്, അതിലെ പ്രവർത്തകർക്ക് ഓരോ വിളക്കെങ്കിലും പല സ്ഥലത്തും കത്തിക്കാൻ സാധിക്കുന്നു. അതിന് കാരണം നിങ്ങളെപ്പോലെയുള്ളവരാണ്. ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ CD-കളും പെൻഡ്രൈവുകളും യൂട്യൂബുകളുടെ ലിങ്കുകളും ട്വിറ്ററിലെ സന്ദേശങ്ങളും അതേപോലെ ഫേസ്ബുക്കിലെ അപ്ലോഡിങ്ങും
ലക്ഷക്കണക്കിന് ആൾക്കാർക്ക് എത്തിക്കുന്ന ആയിരക്കണക്കിന് യുവാക്കളുണ്ട്. ലക്ഷക്കണക്കിന് ആൾക്കാർക്ക് എത്തിക്കുന്ന ആയിരക്കണക്കിന് യുവാക്കളും പ്രവർത്തകരുമുണ്ട്. ഒരു സർട്ടിഫിക്കറ്റും ഒരു പൊന്നാടയും ഒരു അംഗീകാരവും ഒരു അഭിനന്ദനവും പ്രതീക്ഷിക്കാതെ ഈ നാടിന്റെ ധർമ്മത്തിനും നാടിനും വേണ്ടി പ്രവർത്തിക്കാൻ പ്രതിജ്ഞാബദ്ധരായ ഒരു വലിയ സമൂഹം, അതിന് ക്രിസ്ത്യൻസും മുസ്ലിംസും ഉൾപ്പെടെ ഉണ്ട്. ചെറുതുരുത്തിയിൽ പ്രഭാഷണത്തിന് പോയപ്പോ വിൻസെന്റ്, മാത്യു, ചെറിയാൻ തുടങ്ങിയ യുവാക്കള് കാത്തു നിൽക്കുന്ന കാഴ്ച നേരിട്ട് കണ്ടു. ഷെയ്ക്കാൻഡ് കൊടുത്തിട്ടാ ക്ലാസ്സിലേക്ക് കയറിയത്, പഠിപ്പിക്കാനായിട്ട് കയറിയത്. സന്തോഷമുണ്ട്, സംതൃപ്തിയുണ്ട്. പാലപ്പുറത്തെ പ്രഭാഷണം കഴിഞ്ഞപ്പോ അവിടത്തെ മൈക്ക് അറേഞ്ച് ചെയ്തത് ഹനീഫ എന്ന് പറയുന്ന വ്യക്തിയാ. അടിപൊളി മൈക്ക്. ഞാൻ പറഞ്ഞു, ഇത്ര നല്ല മൈക്കില് നിങ്ങളെ പ്രഭാഷണം കഴിഞ്ഞ് വേദം പഠിപ്പിക്കുമ്പോ, എല്ലായിടത്തും പ്രഭാഷണം കഴിഞ്ഞ് വേദവും പഠിപ്പിച്ചു 1 മണിക്കൂർ, ഇങ്ങനെയാ വേദം വായിക്കേണ്ടതെന്ന്. ആ വേദമന്ത്രങ്ങളുടെ ശബ്ദം മൈക്കിലൂടെ അതിഗംഭീരമായിട്ട് പുറത്തേക്ക് വരുമ്പോ ഞാൻ ആ മൈക്ക് വെച്ച വ്യക്തിയെ അഭിനന്ദിച്ചു. ആ അഭിനന്ദനം കേട്ട് ഹനീഫ, അതിന്റെ ഉടമസ്ഥൻ, മൈക്കിന്റെ ഉടമസ്ഥൻ വന്ന് പറഞ്ഞു, എനിക്ക് ജീവിതത്തിൽ കിട്ടിയ ഏറ്റവും വലിയൊരു അനുഗ്രഹമാണ് സാറേ അങ്ങയുടെ ഈ നല്ല വാക്കുകളെന്ന്. ശരിക്കും 3-4 ദിവസത്തെ ഈ പ്രഭാഷണ യാത്ര അവാച്യമായൊരു അനുഭൂതി, വാക്കുകൾ കൊണ്ട് വിവരിക്കാൻ സാധിക്കുന്നതിൽ അപ്പുറത്തുള്ള ഒരു അനുഭൂതിയായിരുന്നു. ഞാൻ അറിഞ്ഞുകൊണ്ട് പറയുന്നു, തൊഴുതുകൊണ്ട്. നിങ്ങളെപ്പോലെയുള്ളവര് ഈ ഭാരതീയ പൈതൃകത്തില് ഞാൻ ചെറിയ ക്യാമറയുടെ മുമ്പിലിരുന്നുകൊണ്ട് പറയുന്നത് ലക്ഷക്കണക്കിന് വ്യക്തികൾക്ക് എത്തിക്കുന്നത് കൊണ്ടാണ് ഇത് സാധിക്കുന്നത്. അതുപോലെ ഷൊർണൂർ ടിവിയും പാലക്കാടിലെ സി ടിവിയും സിറ്റി ടിവി ചാനലും യുണൈറ്റഡ് ടിവി ചാനലും അതുപോലെ കേരള വിഷൻ ചാനലും ജനം ടിവി ചാനലും ഇടയ്ക്ക് അമൃത ചാനലും എല്ലാം ഇത് കാണിക്കുന്നത് കൊണ്ട്, പ്രത്യേകിച്ച് ഷൊർണൂർ ടിവി തറഗംഭീരമായിട്ടിത് മുമ്പോട്ട് പോകുന്നു. ഈ മഹായജ്ഞം തളരാതെ തകരാതെ അവസാന ശ്വാസം വരെ സാധിക്കണമേ ജഗദീശ്വര എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടാണ് ഇന്നലെ അർദ്ധരാത്രി കഴിഞ്ഞ് വീട്ടിലേക്ക് കയറിയത്. പ്രണാമം, നമസ്കാരം.